പിന്റു റൂബി അനലിറ്റിക്കൽ ടാരോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു വിഷുക്കാലം കൂടി എത്തിയിരിക്കുകയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് 12 രാശി ഫലങ്ങളും 3-4 ഭാഗങ്ങളായിട്ടുള്ള വീഡിയോകളായി ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നതിനാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ 3 പൈലുകളാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ സോഡിയാക് സൈൻ എന്ന രീതിയിൽ ഇതിലേതെങ്കിലും ഒരു പൈല് വരുന്നുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം അനുസരിച്ച്. ഇപ്പോൾ ഏരീസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇത് മേടം രാശിയാണ്. മേടത്തിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. അത് ഈ 1ാമത്തെ പൈല് പിക്ക് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഓരോ നക്ഷത്രങ്ങളെ എടുത്ത് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. 2ാമത്തെ പൈല് ഇടവം രാശിയാണ്, ടോറസ്. അതിൽ വരുന്ന 3 നക്ഷത്രങ്ങളുടെ ഫലങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ 3ാമത്തെ പൈൽ എന്ന് പറയുന്നത് ജെമിനിയാണ്, മിഥുനം രാശിയാണ്. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്ര ഫലങ്ങൾ ഈ പൈലിലും വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ഉപയോഗിക്കുന്നത് ടാരോ കാർഡ്സും ആസ്ട്രോ ഒറാക്കിൾ കാർഡ്സും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പൈല് നിങ്ങൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്തോളൂ. അത് ഈ വെസ്റ്റേൺ ആസ്ട്രോളജി പ്രകാരമുള്ള സോഡിയാക് സൈൻസ് ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ സോഡിയാക് സൈൻ ഏരീസ് ആണെങ്കിൽ ഏരീസ് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നക്ഷത്രമാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നക്ഷത്രം തിരഞ്ഞെടുക്കാം. ഇതിലേതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പ്രകാരം, നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ പൈൽ തിരഞ്ഞെടുത്തിട്ടിരിക്കുക. റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. നമുക്ക് ആദ്യം മേടം രാശിക്കാർക്കായുള്ള പൊതുഫലം, വിഷുഫലം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ജമ്പർ കാർഡ് കിട്ടിയിട്ടുണ്ട്. മേടം രാശിക്കാർക്കുള്ള വിഷുഫലം എന്താണ്? അവരുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും ഈ വിഷു കാലം എങ്ങനെയാണ് ബാധിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? Page of Swords, 7 of Wands, 3 of Cups, 4 of Cups, King of Cups. ഏരീസ് സോഡിയാക് സൈൻ ആയിട്ടുള്ള മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ വിഷുക്കാലം എന്ന് പറയുന്നത് സമ്മിശ്രമായ പോസിറ്റീവായ മാറ്റങ്ങളുടെ തുടക്കമാണ് സൂചിപ്പിക്കുന്നത്. പേജ് ഓഫ് സോഡ്സ് നൽകുന്ന സൂചന, ഈ വിഷുവിന് ശേഷം നിങ്ങൾക്ക് പുതിയ ചില ആശയങ്ങളോ അല്ലെങ്കിൽ വാർത്തകളോ വരാൻ സാധ്യതയുണ്ട്. വളരെ വേഗത്തിൽ കാര്യങ്ങളെ പഠിച്ചെടുക്കാനും നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഒരു മാനസികമായ ഉണർവ് ഈ സമയത്ത് നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ പടവുകൾ കയറിപ്പോകുന്ന, ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു സൂചനയും യുവത്വത്തിൻ്റെതായ ഒരു എനർജിയും, യങ് എനർജിയും നിങ്ങളിൽ വിഷുക്കാലത്തോടുകൂടി, വിഷുവിന് ശേഷം വളരെ ആക്റ്റീവായിട്ട് നിങ്ങളിൽ ഉണ്ടാകും. അതുപോലെ തന്നെ 7 ഓഫ് വാണ്ട്സ് സൂചിപ്പിക്കുന്നത് പോരാട്ട വീര്യവും പ്രതിരോധവുമാണ്. അതായത് ചില വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിൽ വന്നേക്കാം. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിങ്ങളിലേക്ക് വന്നാൽ തന്നെയും അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കേണ്ടി വരുന്ന സമയമാണിത്. മറ്റുള്ളവരുടെ എതിർപ്പുകളെ മറികടന്ന് വിജയിക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഈ കാലത്ത് സാധിക്കും. പ്രതിസന്ധികൾ നിങ്ങളിലേക്ക് വരും, പക്ഷെ നിങ്ങൾക്ക് അതിനെ അതിജീവിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് എന്തായാലും ഈ പറയുന്ന കാർഡ് ഉറപ്പ് നൽകുന്നുണ്ട്. 3 ഓഫ് കപ്സ് എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ, കൂട്ടായ്മകളുടെയും സൂചനയാണ്. അതായത് ഇതൊരു സെലിബ്രേഷൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് വിഷുക്കാലം വളരെ സന്തോഷത്തിൻ്റെതായിരിക്കും. സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒത്തുചേരാനും സന്തോഷം പങ്കുവയ്ക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമൂഹികമായ ഇടപെടലുകൾ നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. ഇപ്പോൾ വിഷു എന്നൊരു ആഘോഷമോ, അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞുപോയ ഈസ്റ്റർ എന്ന ആഘോഷമോ കൊണ്ട് വീട്ടുകാർ ഒത്തുചേരുന്നത് തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മയോ സന്തോഷമോ എന്തെങ്കിലും ഒരു ആഘോഷമോ ഇതൊന്നും അല്ലാതെ തന്നെ നടക്കാനുള്ള ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് നിങ്ങൾ പോകാനുള്ളൊരു സാഹചര്യം ഈ കാലത്ത് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. 4 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് വലിയ സന്തോഷങ്ങൾക്കിടയിൽ, വലിയ സെലിബ്രേഷൻ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുതരം മടുപ്പ് അനുഭവപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട്. അതായത്
നിങ്ങൾ പൂർണ്ണമായും ആ സാഹചര്യങ്ങളിൽ സംതൃപ്തിയായിരിക്കില്ല. കൺമുന്നിലുള്ള അവസരങ്ങളെ കാണാതെ മറ്റെന്തിലോ നിങ്ങളുടെ മനസ്സ് വ്യാപൃതമാകാൻ സാധ്യതയുണ്ട്. ചുറ്റുമുള്ള ഭാഗ്യങ്ങളെ തിരിച്ചറിയാനായിട്ട്, അതായത് ചുറ്റുമുള്ള നിങ്ങളുടെ ഭാഗ്യങ്ങളെ കാണാതെ മറ്റെന്തിലോ കണ്ണു നട്ടിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് എന്തായാലും നിങ്ങൾക്കുണ്ടാവേണ്ടതുണ്ട്. ചുറ്റുമുള്ള ഭാഗ്യങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കണമെന്നൊരു സൂചന കൂടി, നിർദ്ദേശം കൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതാണ് നിങ്ങളെ ഈ സെലിബ്രേഷൻ്റെ ഒരു യഥാർത്ഥ സന്തോഷത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയുള്ളൂ. എന്ത് ആഘോഷങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നാലും നമ്മൾ സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് നമുക്ക് കാര്യമുണ്ടാവില്ല. അവസാനമായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആണ്. ഇത് വലിയൊരു ആശ്വാസമാണ്. അതായത് വൈകാരികമായ ഒരു പക്വത, നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടിയും ദയയോടെയും കരുണയോടെയൊക്കെ പെരുമാറാനും നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും ഒരു സമാധാനപരമായ അന്തരീക്ഷം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ മേടം രാശിക്കാർക്ക്, ഏരീസിന് വിഷുക്കാലം കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും അത് വിജയകരമായി മറികടക്കാനും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിടാനും അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സമയമാണ് ഈ വരുന്നത്. വൈകാരികമായി നിങ്ങൾ കൂടുതൽ കരുത്തരാകും. ആ സന്തോഷങ്ങളെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിലുള്ള സൗഭാഗ്യങ്ങളിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട്, നന്ദിയുള്ളവരായിട്ട് നിങ്ങൾ മാറണം. അത്തരം പ്രാക്ടീസ് ചെയ്യുന്നത് കൂടുതൽ അബണ്ടൻസ് നിങ്ങളിലേക്ക് വരാനായിട്ട് ഇടയാക്കുമെന്നുള്ളതാണ് പൊതുവായ സൂചന. നമുക്ക് ഇനി മേടം രാശിയിൽപ്പെട്ട 3 നക്ഷത്രങ്ങളെ പറ്റി കൂടി വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലം നോക്കാം. അപ്പം നമ്മൾ ഈ നക്ഷത്രങ്ങൾ നോക്കാൻ പോകുന്നത് പൊതുവായി 3 നക്ഷത്രങ്ങൾക്കും ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങൾക്കുള്ള പൊതുവായ ഫലമാണ് ഈ പറയുന്നത്. അവർക്ക് ഓരോ നക്ഷത്രത്തിനും സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ആസ്ട്രോ ഒറാക്കിൾ ഡെക്കാണ്. സ്റ്റാർ കോഡ് ആസ്ട്രോ ഒറാക്കിളാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അശ്വതി നക്ഷത്രത്തിന് എങ്ങനെയായിരിക്കും, ഏത് എനർജി ആയിരിക്കും ഈ കാലത്ത് കൂടുതലായിട്ട് അനുഭവപ്പെടാൻ പോകുന്നത് എന്ന് നോക്കാം. മെർക്കുറി പ്ലാനറ്റ് കാർഡാണ് നമ്മൾ എടുത്തത്. അതുപോലെ ഏത് ഹൗസിലാണ്, എത്രാമത്തെ ഭാവത്തിലാണ് ഈ എനർജി പ്രവർത്തിക്കുക എന്ന് നോക്കാം. 4th ഹൗസ്, ഹോം. ഇനി നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഏത് മേഖലയാണ് വന്നിരിക്കുന്നത്? സോളാർ കാം, ക്ലാരിഫൈ. ഓക്കെ, സൺ എനർജിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്ത് ബുധന്റെ സ്വാധീനമാണ് കൂടുതലായിട്ടും ഉണ്ടാകാൻ പോകുന്നത്. ബുധൻ ആശയവിനിമയത്തിന്റെയും ബുദ്ധിശക്തിയുടെയും പ്രതീകമാണ്. മെർക്കുറി എന്ന് പറയുന്നത് ബുധനാണ്. 20-ാം തീയതി അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ, അതായത് മേടമാസത്തിലെ 20-ാം തീയതി അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് വരുന്ന ഏപ്രിൽ മാസത്തിലെ 20-ാം തീയതി എന്തെങ്കിലും ഒരു പ്രത്യേകത ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അശ്വതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ സ്വാധീനം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ബിസിനസ്സിലോ തൊഴിലിലോ അതുപോലെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. തമാശ കലർന്ന സംഭാഷണങ്ങളിലൂടെ മറ്റുള്ളവരുടെ പ്രീതി പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് ഈ കാലത്ത് കഴിയും. നിങ്ങളുടെ 4-ാം ഭാവം എന്ന് പറയുന്നത് കുടുംബം, വീട്, അതുപോലെ സന്തോഷം, നിങ്ങളുടെ അമ്മ എന്നിവരെയൊക്കെ കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ കുടുംബകാര്യങ്ങളിലേക്ക് തിരിയും. വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. വാഹനമോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങുന്ന ഒരു സമയമാണ് ഈ വരുന്നത്. മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന വാർത്തകൾ കുടുംബത്തിൽ നിന്നും കേൾക്കാൻ സാധിക്കും. അടുത്തത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു അഡ്വൈസ് ആണ്.
അശ്വതി നക്ഷത്രക്കാർ പൊതുവെ വേഗത ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിരിക്കും. എന്ത് കാര്യവും വളരെ പെട്ടെന്ന് ഇങ്ങനെ പതിയെ പതിയെ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യും. എന്നാൽ ഈ സോളാർ കാം എന്ന കാർഡ് അശ്വതി നക്ഷത്രക്കാർക്ക് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത് ശാന്തത പാലിക്കുക എന്നതാണ്. സൂര്യന്റെ ഊർജമുള്ളപ്പോൾ തന്നെ അതൊരു സമാധാനപരമായ രീതിയിൽ ഉപയോഗിക്കണം എന്നതും ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും അത് 16-ാം തീയതി, 7-ാം തീയതി അല്ലെങ്കിൽ മേടം 16 എന്നീ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എനർജി നിങ്ങളൊന്ന് ശാന്തമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നാൽ അനാവശ്യമായ ധൃതിയോ ദേഷ്യമോ കാണിക്കരുത്. ഒരു ദേഷ്യം പെട്ടെന്നൊരു സ്ട്രഗിൾ ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത, അതായത് പെട്ടെന്ന് എന്തെങ്കിലും പ്രതികരിക്കുന്ന ഒരു രീതി ഉണ്ടായാൽ അതൊരു കാര്യങ്ങൾ ഒരു വ്യക്തതയില്ലാതെ പോകും. നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ ആ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് അത് കൊണ്ടുപോയി എത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മളിവിടെ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒരു ശാന്തത പാലിക്കുന്നത് പൊതുവേ നല്ലതാണ്. ആശയക്കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ധൃതി പിടിച്ച് തീരുമാനമൊന്നും എടുക്കാതെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നെങ്കിൽ സൈലൻസ്, കുറച്ചു നേരം മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കാര്യങ്ങളിൽ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ വിഷുക്കാലം എന്ന് പറയുന്നത് കുടുംബ സൗഖ്യത്തിൻ്റെ ഒരു സമയമാണ്. ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ മുന്നേറാനായിട്ട് സാധിക്കും. ധൃതി ഒഴിവാക്കി ശാന്തമായി കാര്യങ്ങളെ സമീപിച്ചാൽ ഈ വിഷുക്കാലം നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ നൽകും. അടുത്തതായിട്ട് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് എന്താണ്, വിഷുക്കാലമാണല്ലോ, എന്താണ് നിങ്ങൾക്ക് കൃഷ്ണൻ്റെ മെസ്സേജ് നോക്കാം. വിഷുക്കാലത്ത് എന്താണ് ഭഗവാൻ? പല ആളുകളും പല വിശ്വാസങ്ങളിൽപ്പെട്ട ആളുകളും നമ്മുടെ ചാനൽ കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്. ഇത് മതപരമായ രീതിയിലുള്ള ഒരു കാര്യവുമല്ല, മെസ്സേജ് മാത്രം എടുക്കുക. നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം റെസ്പെക്റ്റ്ഫുൾ, ഡീപ്പ് റെവറൻസ്, ഓണറിങ് ഓൾ ബീയിങ്സ്. എല്ലാവരെയും ബഹുമാനിക്കുക, ബഹുമാനത്തോടുകൂടി പെരുമാറുക, ശാന്തമായി പെരുമാറുക. എല്ലാ കാര്യങ്ങളിലും സന്തോഷത്തോടുകൂടി മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്ക് ഈ സമയത്തുണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അടുത്തത് നമുക്ക് ഭരണി നക്ഷത്രത്തിലേക്ക് പോവാം. ഭരണി നക്ഷത്രത്തിന് എങ്ങനെയാണ്, ഏത് ഊർജമാണ്, ഏത് എനർജി ആണ് വിഷുക്കാലത്ത് കൂടുതലായിട്ടും ഉണ്ടാവുക എന്നത് നോക്കാം. ഭരണി നക്ഷത്രത്തിന് മെർക്കുറി തന്നെയാണ് വന്നിരിക്കുന്നത്. മെർക്കുറിയുടെ, ബുധൻ്റെ അനുഗ്രഹം തന്നെയാണ് കൂടുതലായിട്ടും ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളതെന്നാണ് ഇവിടെ കാർഡുകൾ പറയുന്നത്. ഏത് ഭാവത്തിലാണ്, എത്രാം ഭാവത്തിലാണ് നിങ്ങൾക്ക് ഭരണി നക്ഷത്രക്കാർക്ക് അത് അനുഭവപ്പെടുക എന്ന് നോക്കാം. 9th ഹൗസ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യത്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ യൂണിവേഴ്സ് ആവശ്യപ്പെടുന്നത്? ഒപ്പോസിഷൻ, കോൺഫ്രണ്ടേഷൻ. ഭരണി നക്ഷത്രക്കാരുടെ കാർഡുകൾ എന്ന് പറയുമ്പോൾ അശ്വതി നക്ഷത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഗൗരവകരമായ സൂചനകളാണ് ഭരണി നക്ഷത്രക്കാർക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബുധൻ എന്തായാലും രണ്ടുപേർക്കും കോമൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഭരണി നക്ഷത്രക്കാർക്ക് ബുധന്റെ സ്വാധീനം ഈ സമയത്ത് ഉണ്ടാകുമെന്നുള്ളത് ഈ കാർഡിൽ നിന്ന് നമുക്ക് എന്തായാലും അറിയാൻ കഴിയുന്ന കാര്യമാണ്. അറിവ് സമ്പാദിക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും നിങ്ങൾക്ക് താല്പര്യം കൂടും. എഴുത്ത്, പ്രസംഗം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്ക് ഈ വിഷുക്കാലം വളരെ അനുകൂലമായിരിക്കും. നിങ്ങളുടെ ചിന്തകൾക്ക് നല്ല വ്യക്തത ലഭിക്കുന്ന സമയമാണിത്. ഇത് ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്ര സ്വഭാവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മളിത് വിശകലനം ചെയ്യുന്നത്. 9th ഹൗസ് എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, 9th ഹൗസ് എന്ന് പറയുന്നത് ഭാഗ്യത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ ദൂരയാത്രകളുടെയും ഭാവമാണ്. ഈ വിഷുവിന് ശേഷം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ എന്തായാലും വർദ്ധിക്കും. മുടങ്ങിപ്പോയ യാത്രകൾ, അതിപ്പോൾ തീർത്ഥയാത്രകളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർസ് ആവാം, വിദേശയാത്രകളാവാം, ഇതൊക്കെ നടത്താൻ അവസരം ലഭിക്കും. നിങ്ങളുടെ പിതാവിൽ നിന്നോ ഗുരുതുല്യരായ വ്യക്തികളിൽ നിന്നോ വലിയ സഹായങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങളിൽ താല്പര്യം കൂടുന്ന ഒരു സമയം കൂടി ആയിരിക്കും. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒപ്പോസിഷനാണ്. അതായത് ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന ചില എതിർപ്പുകളെയോ തർക്കങ്ങളെയോ ഈ സമയത്ത് നിങ്ങൾ നേരിടേണ്ടി വരും. കാര്യങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട
സാഹചര്യങ്ങൾ ഉണ്ടാവാം. ആ സമയങ്ങളിൽ മടിച്ചു നിൽക്കരുത്. തർക്കമുണ്ടാക്കണം എന്നല്ല, വഴക്കിന് വേണ്ടി ആവരുത്, മറിച്ച് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ആകണം ബുദ്ധിപൂർവമായ നിങ്ങളുടെ ഇടപെടൽ നിങ്ങൾ നടത്തേണ്ടത്. നിങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനും തെറ്റിദ്ധാരണകൾ തിരുത്താനുമുള്ള ധൈര്യം ഈ സമയത്ത് നിങ്ങൾ കാണിക്കണം. എതിർപ്പുകളെ ഭയപ്പെടാതെ സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാഗ്യം തേടിയെത്തുന്ന സമയമാണ്. എങ്കിലും ചില കാര്യങ്ങളിൽ നേരിട്ടുള്ള ഇടപെടലുകളും തുറന്ന സംസാരവും ആവശ്യമായിട്ട് വരും. സത്യസന്ധത കൈവിടാതെ മുന്നോട്ട് പോയാൽ ഭാഗ്യം എന്തായാലും നിങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് കൃഷ്ണന്റെ സന്ദേശം എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു മതപരമായ റീഡിംഗ് ആയിട്ട് നമ്മൾ എടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസം ഇതിൽ നമ്മൾ നോക്കുന്നില്ല. മെസ്സേജ് മാത്രം എടുത്താൽ മതിയാകും. പ്രൊട്ടക്റ്റഡ്, ഡിവൈൻലി ഷെൽട്ടേർഡ്, സേഫ് ആൻഡ് സെക്യൂർ ആണ് നിങ്ങൾ. പ്രൊട്ടക്റ്റഡ് ആണ്. ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക എന്നതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. അടുത്തത് നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി നോക്കിയാൽ മേടം രാശി, നമ്മുടെ ഏരീസിൻ്റെ ഫലം പൂർത്തിയാകും. അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്തതായി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം, മേടം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗത്തിലെ ജനിച്ച ആളുകൾക്ക് എന്ത് എനർജിയാണ് ഈ വിഷുക്കാലത്ത്? മൂൺ എനർജിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ടും അനുഭവപ്പെടുക. അത് ഏത് ഭാവത്തിലായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നത്? മൂൺ എനർജിയുടെ അനുഭവം ഏത് ഭാവത്തിലായിരിക്കും എന്ന് നോക്കുമ്പോൾ 8th ഹൗസ്, മിസ്റ്ററി. ഇത് നോക്കി, എന്തൊരു കണക്ഷനാണ് നോക്കി. മൂൺ തന്നെ ഒരു മിസ്റ്ററിയാണ്. അത് 8ാം ഭാവത്തിൽ വന്നിരിക്കുമ്പോൾ അത് അതീവ ഗൗരവകരമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കുള്ള മെസ്സേജ്, അഡ്വൈസ് എന്താണെന്ന് നോക്കാം. കാർത്തിക, മേടം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം വരുന്ന ആളുകൾക്ക് എന്താണ് മെസ്സേജ്? ഡിഗ്നിഫൈഡ്, സ്ട്രെങ്ത്. കാർത്തികയുടെ ആദ്യത്തെ പാദം വരുന്ന നക്ഷത്രം ഉള്ള ആളുകൾക്ക് വന്നിരിക്കുന്ന ഫലങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡുകളിലൂടെയാണ് വന്നിരിക്കുന്നത്. അതായത് ചന്ദ്രനും 8ാം ഭാവവും സ്ട്രെങ്ത് കാർഡും കൂടിയാണ് നമുക്ക് നിങ്ങളുടെ വിഷുഫലം നൽകിയിരിക്കുന്നത്. ഇവിടെ ചന്ദ്രന്റെ സ്വാധീനം വരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിനെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വികാരങ്ങൾക്കും ഭാവനകൾക്കും ഈ വിഷുക്കാലത്ത് വലിയ പ്രാധാന്യമുണ്ട്. മറ്റുള്ളവരുടെ മനസ്സറിയാനും സഹാനുഭൂതിയോടെ പെരുമാറാനും നിങ്ങൾക്ക് സാധിക്കും. കലാരംഗത്തുള്ളവർക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ രഹസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാർഡാണ് മൂൺ. അതിനെ അടിവരയിടുന്ന തരത്തിലാണ് ഇവിടെ 8ാം ഭാവം വന്നിരിക്കുന്നത്. 8ാം ഭാവം എന്ന് പറയുന്നത് രഹസ്യങ്ങൾ തന്നെയാണ്. അതുപോലെ വലിയ മാറ്റങ്ങൾ, അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ എന്നിവയൊക്കെ 8ാം ഭാവത്തെ കൊണ്ട് നമുക്ക് സൂചിപ്പിക്കപ്പെടുന്നു. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു വലിയ മാറ്റത്തിന് ഈ വിഷുക്കാലം എന്തായാലും സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുടുംബ സ്വത്തോ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങളിലൂടെ അപ്രതീക്ഷിതമായി പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി അടിക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മീയമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നൊരു സമയമായിരിക്കും ഈ വരുന്ന വിഷുക്കാലം. നിങ്ങൾക്കുള്ള നിർദ്ദേശം, നിങ്ങളുടെ അഡ്വൈസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. അതായത് നിങ്ങളുടെ അന്തസ്സും അഭിമാനവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ നേരിടുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഡിഗ്നിറ്റി നിങ്ങൾ കളയരുത്. എന്ത് കാര്യത്തിൽ ഇടപെടുമ്പോഴും ഡിഗ്നിറ്റിയിൽ മുറുകെ പിടിക്കുക. നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് എന്ത് കാര്യങ്ങളെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പതറാതെ സ്വന്തം കഴിവുകളിൽ വിശ്വസിച്ച് ആർജവത്തോടു കൂടി മുന്നോട്ട് പോവുക. ഈ നൈസർഗികമായ ശക്തിയാണ് ഈ വർഷം നിങ്ങളുടെ വിജയമായിട്ട് വരിക. അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക്, ആദ്യത്തെ പാദത്തിലുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് മാറ്റങ്ങളുടെയും ആത്മശാന്തിയുടെയും ശക്തിയുടെയും എല്ലാം സമയമായിരിക്കും. പ്രതിസന്ധികൾ വന്നാലും നിങ്ങളുടെ അന്തസ്സും തൻ്റെ ഇടവും കൈവിടാതെ നേരിട്ടാൽ അപ്രതീക്ഷിതമായ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് പറയുന്നത്. എന്താണ് നിങ്ങൾക്കുള്ള കാർത്തിക നക്ഷത്രത്തിലെ ആദ്യ പാദത്തിലുള്ള ആളുകൾക്കുള്ള കൃഷ്ണന്റെ മെസ്സേജ്? സാക്രിഫൈസ്, ഓണറിങ് ഓൾ വിത്ത് റെവറൻസ്. നമ്മളിവിടെ ഡിഗ്നിറ്റിയുടെ കാർഡ് കണ്ടു. അതുപോലെ എല്ലാം നിങ്ങൾ ആ ഒരു ഡിഗ്നിറ്റിയോടുകൂടി എല്ലാ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യണം, ക്ഷമ പാലിക്കണം, സാക്രിഫൈസ് ചെയ്യണം. നിങ്ങളുടെ ഡിഗ്നിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്കുണ്ടായിരുന്ന നിർദ്ദേശം. അപ്പോൾ നമുക്ക് അടുത്തത് ഇടവം രാശിയുടെ ഫലത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ പൈലാണ് ടോറസ്. അപ്പോൾ അതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ടോറസിൻ്റെ ഫലം നോക്കുന്നതിന് വേണ്ടിയിട്ട് ടാരോ കാർഡ്സ് എടുക്കാം. ഇടവം രാശിക്കാർക്ക് അല്ലെങ്കിൽ
വെസ്റ്റേൺ ആസ്ട്രോളജി പ്രകാരമുള്ള ടോറസ് സോഡിയാക് സൈൻ ആയിട്ടുള്ളവർക്ക് ഉള്ള വിഷുഫലം എന്താണ്? വിഷുവിൻ്റെ എനർജി എന്തായിരിക്കും? പൊതുവായ ഫലമാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 5 കാർഡ് സ്പ്രെഡാണ് എടുക്കുന്നത്. ഓക്കെ, Ten of Swords, Page of Cups, Knight of Cups, 4 of Wands, 5 of Swords. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം 2 വ്യത്യസ്തങ്ങളായ ഊർജ്ജങ്ങളെയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷുക്കാലം പഴയത് ഉപേക്ഷിക്കാനും പുതിയത് സ്വീകരിക്കാനുമുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ്, ഒരു പരിവർത്തന ഘട്ടമായിരിക്കാനാണ് സാധ്യത. അതായത് ഇവിടെ ഒരു അധ്യായത്തിൻ്റെ അവസാനവും പുതിയതിൻ്റെ തുടക്കവുമാണ് ഈ 10 ഓഫ് സോഡ്സ് സൂചിപ്പിക്കുന്നത്. അതായത് ഈ വിഷുവിന് മുൻപ് നിങ്ങളെ അലട്ടിയിരുന്ന വലിയ പ്രതിസന്ധിയോ മാനസിക വിഷമമോ അവസാനിക്കാൻ പോവുകയാണ്. ഇതൊരു പക്ഷേ വേദനാജനകമായ ഒരു മാറ്റമായിരുന്നിരിക്കാം. പക്ഷേ ഇനി ഇതിലും മോശമായി ഒന്നും വരാനില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ആശ്വാസം നൽകും. പുതിയൊരു പ്രഭാതത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ഈ കാർഡ്. അതായത് ചതിയുടെയോ വഞ്ചനയുടെയോ ബാക്ക് സ്റ്റാബിങ്ങിൻ്റെയോ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള അങ്ങേയറ്റത്തെ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ ഈ വിഷുവിന് തൊട്ട് മുൻപുള്ള മേടം പുലരുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ നിന്ന് എന്തായാലും ഒരു മാറ്റം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. അത് ഒരു എൻഡായിരുന്നു, ഒരു അന്ത്യമായിരുന്നു. ഏറ്റവും മോശം സാഹചര്യങ്ങളുടെ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയതിലേക്ക് നിങ്ങൾ കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുതിയ തുടക്കങ്ങളും സന്ദേശങ്ങളുമാണ് ഈ പേജ് ഓഫ് കപ്സ്. അതുകൊണ്ടാണ് പഴയതിൻ്റെ അവസാനവും പുതിയതിൻ്റെ തുടക്കവും എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ സന്തോഷ വാർത്തകൾ വിഷു കഴിയുന്നതോടുകൂടി, വിഷുവോടുകൂടി എത്താൻ വേണ്ടി പോകുന്നു. അതൊരു പക്ഷേ ഒരു പുതിയ ബന്ധത്തിൻ്റെ തുടക്കമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കലാപരമായ കലാരംഗത്തെ നേട്ടങ്ങളോ, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി, ഒരു കുട്ടിയുടെ ജനന വാർത്തയോ, അങ്ങനെ എന്തെങ്കിലും ഒരു യങ് എനർജി, ഒരു നിങ്ങളുടെ ഇന്നർ ചൈൽഡിൻ്റെ ഉണർവാകാം. നിങ്ങൾ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ഇതുവരെയുള്ള കെട്ടുപാടുകളിൽ നിന്ന് വിട്ട് ഒരു പുതിയ ഉണർവോടുകൂടി നിങ്ങൾ ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുന്നതായിരിക്കാം. എന്തായാലും പുതിയ കാര്യങ്ങളെ വളരെ കൗതുകത്തോടെയും സന്തോഷത്തോടെയും സമീപിക്കാൻ നിങ്ങൾക്ക് ഈ തൊട്ടടുത്ത നിമിഷം മുതൽ, വിഷു മുതൽ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ നൈറ്റ് ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ട് സ്നേഹവും അവസരങ്ങളും നിങ്ങളിലേക്ക് വരാൻ, അതായത് വളരെ റൊമാൻറ്റിക് ആയ അല്ലെങ്കിൽ ഒരു വികാരാധീനമായ ഒരു ഊർജ്ജം നിങ്ങളെ തേടിയെത്തും. വളരെ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. ദൂരയാത്രകൾക്കോ പുതിയ കരിയർ അവസരങ്ങൾക്കോ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. ആരെങ്കിലും നിങ്ങൾക്കൊരു മികച്ച പ്രപ്പോസലുമായിട്ട് വരാൻ സാധ്യതയുള്ള സമയമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഒരു പടി കൂടി അടുക്കും എന്ന് പറയാം. സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സൂചന തന്നെയാണ് കാണിക്കുന്നത്. അടുത്തത് അതിൻ്റെ ഒരു കഥ പോലെയാണ് ഇത് പോയിരിക്കുന്നത്. അടുത്തത് പറയുന്നത് ആഘോഷവും സ്ഥിരതയുമാണ്. ഒരു സെലിബ്രേഷൻ കാർഡാണ്. ഈ വിഷുക്കാലം കുടുംബത്തോടൊപ്പം സന്തോഷിക്കാനും ആഘോഷിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. ഒരു വിവാഹമോ അല്ലെങ്കിൽ ഒരു ഗൃഹപ്രവേശനം പോലുള്ള മംഗളകരമായ ചടങ്ങുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സന്തോഷകരമായ കാര്യങ്ങൾ, നിശ്ചയം പോലുള്ള കാര്യങ്ങൾ, കുടുംബത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നിങ്ങൾ ഈ സമയത്ത് സുരക്ഷിതരായിരിക്കും. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലങ്ങൾ സുരക്ഷിതത്വത്തിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്, സന്തോഷങ്ങൾക്കിടയിലും ചില തർക്കങ്ങൾക്കോ തെറ്റിദ്ധാരണകളോ ഉണ്ടാകാനായിട്ടോ സാധ്യതയുണ്ട്. വിജയിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരോട് വാദിച്ച് ജയിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല. സമാധാനത്തിനായി ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടി വന്നേക്കാം. ശരി എന്നുള്ള പക്ഷം മാത്രം നമുക്ക് ചിലപ്പോൾ എപ്പോഴും പിടിക്കാൻ പറ്റില്ല. ശരി ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കും, പക്ഷേ സമാധാനം വേണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ സമാധാനത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇടവം രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്രക്കാർക്കും അതുപോലെ തന്നെ പൊതുവിൽ ടോറസ് എനർജിക്കും വന്നിട്ടുള്ള പൊതുവായിട്ടുള്ള ഫലം. അപ്പോൾ ഇടവം രാശിക്കാർ പഴയ ദുഃഖങ്ങൾ മറന്ന് പുതിയ സന്തോഷങ്ങളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കേണ്ട, അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന ഒരു സമയമായിരിക്കും. കുടുംബത്തിൽ ആഘോഷങ്ങൾ എന്തായാലും ഉണ്ടാവും. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, അതായത് ഈ റീഡിങ് കേട്ട് കഴിഞ്ഞ് പെട്ടെന്ന് മറന്ന് കളയാൻ പാടില്ലാത്തത് എന്ന് പറയുന്നത്, അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, ക്ഷമിക്കേണ്ടടുത്ത് ക്ഷമിക്കാൻ, മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കാൻ, വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടടുത്ത് ചെയ്യാൻ നിങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കണം. ശരി നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ പോലും നിങ്ങളുടെ സമാധാനത്തെ മുൻനിർത്തി ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട്
കാർത്തിക നക്ഷത്രം, ഇടവം രാശിയിൽ വരുന്ന കാർത്തിക അവസാന 3 പാദങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. കാർത്തികയുടെ അവസാന 3 പാദങ്ങളിൽ ജനിച്ച ആളുകളുടെ പൊതുവായ ഊർജം, എന്ത് ഊർജമായിരിക്കും ഈ വിഷുക്കാലത്ത് അല്ലെങ്കിൽ വിഷു മുതലുള്ള സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുക? നോർത്ത് നോഡ് ഫ്യൂച്ചർ എനർജിയാണ്. നോർത്ത് നോഡ് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഏത് ഭാവത്തിലാണ് അത് വന്നിരിക്കുക, ആ എനർജി അനുഭവപ്പെടുക. 10th ഹൗസ് കരിയറാണ്, അതോറിറ്റി, കരിയറിൻ്റെ ഭാവി, വളർച്ച പോസിറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദത്തിലുള്ള ആളുകൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരിക്കണം? മിഡ് ഹെവൻ, പിന്നക്കൾ. ഓക്കെ, കാർത്തിക നക്ഷത്രക്കാർക്ക് അതിശക്തമായ കരിയർ മാറ്റങ്ങളാണ് ഈ വിഷുക്കാലത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അത്ര ശക്തമായ മെസ്സേജാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളുടെ നോർത്ത് നോഡ് എന്ന് പറയുന്നത് രാഹുവാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലം നിങ്ങളുടെ ഡെസ്റ്റിനി അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗം തിരിച്ചറിയാനുള്ളൊരു സമയമായിരിക്കും. നോർത്ത് നോഡ് എന്ന് പറയുന്നത് പൊതുവിൽ നിങ്ങളുടെ ആത്മാവ് ആഗ്രഹിക്കുന്ന പുതിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു പ്രയാണത്തിന് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അതായത് നിങ്ങളുടെ യഥാർത്ഥ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ജന്മ ഉദ്ദേശത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ പരീക്ഷിക്കാനും കംഫർട്ട് സോണിന് പുറത്തു വന്ന് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് തോന്നും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങൾ എന്തായാലും വിഷു മുതൽ ഉള്ള സമയത്ത് നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് അനുഭവപ്പെടും. അതുപോലെ ഇത് 10ാം ഭാവത്തിൽ വന്നിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ തൊഴിൽ, സാമൂഹിക പദവി, അംഗീകാരം എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ കരിയറിൽ വലിയൊരു കുതിച്ചുചാട്ടം എന്തായാലും പ്രതീക്ഷിക്കാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും എങ്കിലും അതോടൊപ്പം തന്നെ അധികാരവും പദവിയും നിങ്ങളെ തേടിയെത്തും. സമൂഹത്തിൽ വലിയൊരു ബഹുമാനം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമായിട്ട് ഈ പറയുന്ന വിഷുക്കാലം മാറും. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, പിന്നക്കൾ എന്ന് പറഞ്ഞാൽ മിഡ് ഹെവൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെത്തിയ പോലത്തെ അവസ്ഥയാണ്. അതായത് നിങ്ങളുടെ വിജയത്തിൻ്റെ കൊടുമുടിയെയാണ് അത് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ലഭിക്കുന്ന സമയമാണ്. ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കരുത് എന്നതാണ് നിങ്ങൾക്കുള്ള ഉപദേശം. നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയാൽ, നിങ്ങൾ തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളൊന്ന് വ്യതിചലിച്ചു പോയാൽ അത് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അല്ലെങ്കിൽ നിങ്ങളത് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും സന്തോഷകരമായ വിജയത്തിൻ്റെ കൊടുമുടിയിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ നിങ്ങളെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിക്കും. ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാൻ പോകുന്ന വർഷമായിരിക്കും ഈ വരുന്നത്. ഇടവം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് ഇത് കരിയറിലെ സുവർണ കാലഘട്ടമാണെന്നാണ് പൊതുവിൽ ഈ റീഡിങ് നമുക്ക് നൽകുന്ന ഒരു ഫലം എന്ന് പറയുന്നത്. പുതിയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ലക്ഷ്യങ്ങൾ പ്ലാൻ ചെയ്യാനും പദവികൾ നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധിയിൽ പിന്നക്കളിൽ എത്താൻ ഈ വിഷുക്കാലം നിങ്ങളെ സഹായിക്കും. എന്താണ് നിങ്ങൾക്ക് കൃഷ്ണൻ്റെ ഒരു മെസ്സേജ് എന്ന് നോക്കാം. വിഷുക്കാലം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ റീഡിങ്ങിൽ പറയുകയാണ്. ഇതൊരു റിലീജിയസ് ആയിട്ട് ഞാൻ എടുക്കുന്നതല്ല. നിങ്ങൾ അതിലെ മെസ്സേജ് മാത്രം എടുത്താൽ മതിയാകും. അൺഡിസ്റ്റർബ്ഡ്, കാംനെസ് അൺടച്ച്ഡ് ബൈ ഔട്ടർ സ്റ്റോംസ്. അതായത് നിങ്ങൾ അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് കണ്ണെടുക്കാതിരിക്കുക. പുറത്ത് എന്ത് കൊടുങ്കാറ്റ് വീശിയാലും നിങ്ങളുടെ കാംനെസ്, ശാന്തത കൈവെടിയാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നക്ഷത്രത്തിലേക്ക് കിടക്കാം. അടുത്തതായി രോഹിണി നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും, എന്ത് എനർജി ആയിരിക്കും ഈ വിഷുക്കാലം മുതൽ അനുഭവപ്പെടാനായിട്ട് പോകുന്നത്? സൗത്ത് നോഡ്, നമ്മൾ ഇടവൻ രാശിയിലെ കാർത്തിക നക്ഷത്രം എടുത്തപ്പോൾ നോർത്ത് നോഡ് കിട്ടി. രോഹിണി എടുക്കുമ്പോൾ സൗത്ത് നോഡാണ് കിട്ടുന്നത്. ഏത് ഭാവത്തിലാണ് വരുന്നതെന്ന് നോക്കാം. റീഡിങ് വളരെ സിൻക്രോണിസിറ്റി ഉള്ള റീഡിംഗ് ആണ്. കാർഡ്സൊക്കെ അങ്ങനെയാണ് വരുന്നത്, ഒരു കണക്ഷൻ ഉള്ളത്. 9th ഹൗസിൽ 9ാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ത് കാര്യത്തിലാണെന്ന് നോക്കാം. രോഹിണി നക്ഷത്രക്കാർ ഈ സമയത്ത് എന്ത് കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്? ഫെസ്റ്റ, ഹെർത്ത്. ഓക്കെ,
വളരെ ശാന്തമായിട്ടുള്ള എന്നാൽ വളരെ ഡെപ്തുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്, രോഹിണി നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. അതായത് കേതുവാണ് സൗത്ത് നോഡ് നിങ്ങളുടെ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ വിഷുക്കാലത്ത് സൗത്ത് നോഡിന്റെ സ്വാധീനമാണ് പാസ്റ്റ് എനർജി. ഇത് സൂചിപ്പിക്കുന്നത് പഴയ കാര്യങ്ങളിൽ നിന്നുള്ള ഒരു വിടുതലായിട്ടാണ്. അതായത് ഇതുവരെ പാസ്റ്റിലായിരുന്നു, പണ്ടത്തെ കാര്യങ്ങളിലായിരുന്നു കൂടുതൽ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ജീവിതവും എല്ലാം. അനാവശ്യമായി പണ്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാനും ഉള്ളിലേക്ക്, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനും നിങ്ങൾക്ക് സാധിക്കും. പണ്ട് പഠിച്ച അറിവുകൾ പുറത്തെടുക്കാനും കർമ്മഫലങ്ങളെ പോസിറ്റീവായിട്ട് സ്വീകരിക്കാനും ഈ സമയം ഈ എനർജി നിങ്ങളെ സഹായിക്കും. ഭൗതികമായ കാര്യങ്ങളെക്കാൾ മാനസികമായ സമാധാനത്തിനായിരിക്കും നിങ്ങൾ മുൻഗണന നൽകുക. ഇവിടെ 9ാം ഭാവത്തിൽ ഇത് വന്നിരിക്കുമ്പോൾ ഭാഗ്യത്തിൻ്റെയും അതുപോലെ ഗുരുക്കന്മാരുടെയും ദൂരയാത്രകളുടെയൊക്കെ ഭാവമാണ് ഈ 9th ഹൗസ്. വിഷുവിന് ശേഷം നിങ്ങൾക്ക് ആത്മീയമായ യാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ പുറത്തല്ലെങ്കിൽ പോലും ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള വഴിതെളിയും. നിങ്ങളുടെ മുതിർന്ന ആളുകളിൽ നിന്ന്, അച്ഛനോ അല്ലെങ്കിൽ അതുപോലെ മുതിർന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇത്. പഴയ ചിന്താഗതികൾ, പഴയ തത്വചിന്തകൾ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം തോന്നുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾക്കുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ കാർഡ് നിങ്ങൾക്കുള്ള അഡ്വൈസ് കാർഡായിട്ട് വന്നിരിക്കുന്നത് വെസ്റ്റയാണ്. അതായത് ഇത് ആന്തരികമായ വെളിച്ചത്തെയാണ്. ഹെർത്ത് എന്ന് പറഞ്ഞാൽ ഒരു അടപ്പാണ്. ആന്തരികമായ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തീയെ, നിങ്ങളുടെ ഉള്ളിലുള്ള അഗ്നിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വീട്ടിലെ വിളക്ക് അല്ലെങ്കിൽ അടുപ്പിൽ തീ കെടാതെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലെ ഒരു തീയുണ്ട്. ആത്മവിശ്വാസവും ശ്രദ്ധയുമാണത്. അത് നിലനിർത്തുക എന്നതാണ് ഉപദേശം. നിങ്ങളുടെ വീടിനും കുടുംബത്തിനും പ്രാധാന്യം നൽകുക. സമാധാനപൂർണമായ ഒരു ഗൃഹാന്തരീക്ഷം നിലനിർത്താൻ ശ്രദ്ധിക്കുക. അമിതമായ ബഹളങ്ങളിൽ നിന്ന് മാറി നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തെ, നിങ്ങളുടെ ഉള്ളിലൊരു ഈ പറയുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ, അതിനെ നിങ്ങൾക്ക് മെഡിറ്റേഷനിലൂടെയോ അല്ലെങ്കിൽ പ്രാർത്ഥനയിലൂടെയോ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു പ്രാക്ടീസിലൂടെയോ അത് ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്, അതായത് വളരെ അലേർട്ടായിട്ടിരിക്കാൻ, ആക്റ്റീവായിട്ടിരിക്കാൻ ആണ് നിങ്ങളോട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. നമ്മളൊരു കാർഡും കൂടി എടുക്കുകയാണ്, റിലീജിയസ് ആയിട്ടല്ല. ഓരോരുത്തർക്കും പല വിശ്വാസങ്ങളുള്ള ആളുകളാണ് നമ്മുടെ ചാനലിൽ ഈ വീഡിയോസൊക്കെ കാണുന്നത്. ഞാനിവിടെ എടുക്കുന്നത് കൃഷ്ണൻ്റെ മെസ്സേജ് എന്താണെന്നുള്ളതാണ്. നിങ്ങൾക്ക് അതിലെ മെസ്സേജ് മാത്രമായിട്ടാണെങ്കിലും എടുക്കാവുന്നതാണ്. നോൺ വയലൻസ്, ഹാംലെസ്നെസ്, കമ്പാഷൻ, റെസ്പെക്റ്റ് ഫോർ ഓൾ. അതായത് നോൺ വയലൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് പഴയ കാലത്തെ ഒരു ഇമേജിനറി അല്ലേ ഇതിൽ കാണുന്നത്. പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ അതെല്ലാം വിട്ടുകളഞ്ഞോളൂ. ആ സൂചന കൂടിയുണ്ട്. നിങ്ങൾ വളരെ ശാന്തമായിട്ട്, വയലൻസ് ഒന്നുമില്ലാതെ ക്ഷമാപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. പണ്ട് എന്തെങ്കിലും ആരെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിന്ന് അവരോട് ക്ഷമിക്കുക എന്നുള്ളതല്ല, നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയൊരു ശ്രദ്ധ എന്ന രീതിയിൽ നമ്മൾ ആ എനർജിയെ ലെറ്റ് ഗോ ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവായിട്ടുള്ള ഒരു എനർജി. ഭാഗ്യം എന്തായാലും നിങ്ങളെ തേടിയെത്തും. നിങ്ങളുടെ കുടുംബത്തിലും മനസ്സിനുള്ളിലും ഒരു വിളക്ക് പോലെ ശാന്തമായ പ്രകാശം നിലനിർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ ഈ വിഷുക്കാലം നിങ്ങൾക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകും എന്നുള്ളതാണ്. അടുത്തതായി നമുക്ക് മകയിരം നക്ഷത്രത്തിലേക്ക് പോകാം. മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങളാണ് ഈ ഇടവൻ രാശിയിൽ വരുന്നത്. അതിലേക്ക് കടക്കാം. അടുത്തതായി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങൾ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്ക് എന്ത് എനർജി ആയിരിക്കും ഈ വിഷുക്കാലം? വീണ്ടും സൗത്തിനോടാണ് വന്നത്. നന്നായിട്ട് ഷഫിൾ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ കാർഡെടുത്തത്, നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന പാസ്റ്റ് എനർജി തന്നെയാണ് കാണുന്നത്. ഏത് ഭാവത്തിലാണ് അത് വരുന്നതെന്ന് നോക്കാം. നമ്മൾ രോഹിണി നക്ഷത്രത്തിൽ അത് 9ാം ഭാവത്തിലാണല്ലോ കണ്ടത്. നമുക്ക് മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 ഭാഗത്തിൽ ഏത് ഭാവത്തിലാണ് അത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. തേർഡ് ഹൗസിലാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാണ് പറയുന്നത് നോക്കാം. മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദത്തിൽ വരുന്ന ആളുകൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്? ഒപ്പോസിഷൻ, കൺഫ്രണ്ടേഷൻ. ഓക്കെ, ഇടവം രാശിയിൽ വരുന്ന
അവസാനത്തെ നക്ഷത്രമായിട്ടുള്ള മകേരത്തിന്റെ 2 പാദങ്ങൾ, ആദ്യത്തെ 2 പാദങ്ങളാണ് അവർക്കുള്ള മെസ്സേജ് ആണല്ലോ നമ്മൾ നോക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആശയവിനിമയത്തിലും സഹോദര ബന്ധങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയമാണിതെന്നാണ്. അതായത് ഈ മകേരം നക്ഷത്രക്കാർക്ക് സൗത്ത് നോഡിന്റെ സ്വാധീനം വരുന്നത് കൊണ്ട് നിങ്ങളുടെ പഴയകാല ശീലങ്ങളുടെയും ചിന്താഗതികളുടെയും ഒരു വല്ലാത്ത അതിപ്രസരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളൊന്ന് മാറ്റി ചിന്തിക്കേണ്ട സമയമാണിത്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ അതിനേക്കാൾ മുൻപ് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുന്നത് മനസ്സിലെ ഒരു കാര്യത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് നന്നായിരിക്കും. ഇങ്ങനെ വാൻഡർ ചെയ്ത് പോകാതിരിക്കാനാണ്, ഒരു ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡുകൾ പറയുന്നത്. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ സഹോദര ഭാവമാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ആദ്യം തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. 3-ാം ഭാവം എന്ന് പറയുമ്പോൾ ആശയവിനിമയം, സഹോദരങ്ങൾ, അതുപോലെ ചെറിയ യാത്രകൾ, നിങ്ങളുടെ ധൈര്യം എന്നിവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. വിഷുവിന് ശേഷം നിങ്ങളുടെ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. മകേരത്തിന്റെ ആദ്യത്തെ 2 പാദത്തിൽപ്പെട്ട ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദരങ്ങളുമായിട്ടോ അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങളിൽ ചില പഴയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടും പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ എഴുത്ത്, സോഷ്യൽ മീഡിയ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പഴയ കാര്യങ്ങൾ, നിങ്ങൾ ചെയ്തു വരുന്ന നിങ്ങളുടെ രീതികൾ അതൊന്ന് പുനഃപരിശോധിക്കേണ്ട ഒരു സാഹചര്യം വരും. ഭയപ്പെടേണ്ട കാര്യമല്ല, നമ്മൾ ആ എനർജി കണ്ടിട്ട് അതനുസരിച്ച മാറ്റങ്ങൾ, തർക്കങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തർക്കങ്ങൾ വന്നിരിക്കുമെന്നല്ല, അങ്ങനെ ഒരു എനർജി വരാം. ആ എനർജിയെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊന്ന് അലേർട്ടായിട്ട് അതനുസരിച്ച് പെരുമാറിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത്, ഇതൊരു മുന്നറിയിപ്പിൻ്റെ കാർഡാണ്. നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ, അതായത് ഇതൊരു കോൺഫ്രണ്ടേഷനാണ്, തുറന്നു പറച്ചിലിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമായിട്ട്, അത് ധൈര്യപൂർവ്വം നേരിടാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന്. കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട സാഹചര്യവും കൂടിയുണ്ട് എന്നുള്ളതാണ് ഇത് രണ്ടും കൂടി ചേർത്ത് പറയുമ്പോൾ. കമ്മ്യൂണിക്കേഷൻ ചെയ്യാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ പഴയ കാലത്ത് എന്തെങ്കിലും കാര്യമായിരിക്കും, അത് ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ടാവും. അത് തുറന്ന് പറയാത്തതുകൊണ്ടാണ് അതൊരു ഒപ്പോസിഷനായിട്ട് ഇങ്ങനെ കൊമ്പ് പുറത്ത് നിൽക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ മാറിപ്പോകുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളിലൊതുക്കി വയ്ക്കാതെ വ്യക്തമായി സംസാരിച്ച് പരിഹരിക്കുക എന്നതാണ് ഈ കാർഡിൻ്റെ ഒരു അർത്ഥം. അത് പൊതുവായ ഒരു എനർജിയും അങ്ങനെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ സഹോദരങ്ങളുമായിട്ടോ അയൽക്കാരുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒന്ന് സംസാരിച്ച് പരിഹരിക്കാൻ സാധിക്കും. ആ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. തർക്കത്തിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ എതിർപ്പുകളെ ഭയപ്പെടാതെ സത്യസന്ധമായി നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു സാഹചര്യം ഒരുങ്ങി വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും അനാവശ്യമായിട്ടുള്ള വാഗ്വാദങ്ങളൊക്കെ ഒഴിവാക്കി പക്വതയോടെ പെരുമാറിയാൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഇത് ഒരിക്കലും ഒരു റിലീജിയസ് ആയിട്ട് എടുക്കുന്നതല്ല. പല തരത്തിൽപ്പെട്ട വിശ്വാസമുള്ള ആളുകളുണ്ട്. ഞാൻ ഓരോ നക്ഷത്രത്തിൻ്റെയും അഡ്വൈസായിട്ട് അവസാനം ഒരു മെസ്സേജായിട്ട് ഈ കാർഡ് എടുക്കുമ്പോൾ ഞാനത് പറയുന്നുണ്ട്, ആവർത്തിച്ച് എല്ലാ നക്ഷത്രങ്ങൾക്കും അത് പറയേണ്ടിയും വരും. നിങ്ങളതിനെ ഒരു പോസിറ്റീവായിട്ട് മെസ്സേജായിട്ട് മാത്രം എടുത്താൽ മതിയാകും. നോൺ വയലൻസ് ആണ് വന്നിരിക്കുന്നത്. നേരത്തെയും വന്നു, തൊട്ട് മുൻപത്തെ കാർഡിലും വന്നു, അതിലും സൗത്തിനോടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഒരു കണക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് നിങ്ങൾക്കെന്നുള്ളതാണ്. അതായത് പഴയ കാര്യങ്ങളിൽ, പണ്ടത്തെ തർക്കങ്ങൾ അതൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് ഒരു കമ്പാഷനോടുകൂടി എല്ലാവരോടും ഒരു റെസ്പെക്റ്റോടുകൂടിയൊക്കെ കണ്ട് നോൺ വയലൻസ്, തർക്കം വേണ്ട എന്ന് വിചാരിച്ച് നിങ്ങൾ പോവുക. അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗൈഡൻസ്. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് ഇടവം രാശി നമ്മളുടെ കഴിഞ്ഞു. ഇനി അടുത്ത പയലായിട്ടുള്ള മിഥുനം രാശി, ജെമിനിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ കാണാം. അപ്പോൾ പയൽ നമ്പർ 3 എടുത്ത ജെമിനി രാശിയിൽപ്പെട്ട, ജെമിനി സോഡിയാക് സൈനുള്ള അല്ലെങ്കിൽ ആദ്യത്തെ കാർഡ് അല്ലെങ്കിൽ മിഥുനം രാശിയിൽപ്പെട്ട ആളുകൾക്കുള്ള വിഷുഫലമാണ് നമ്മൾ നോക്കുന്നത്. പൊതുവായ ഫലമാണ് നോക്കുന്നത്. 5 കാർഡ് സ്പ്രെഡാണ് എടുക്കുന്നത്. ഇതിൽ വരുന്ന നക്ഷത്രങ്ങളുടെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റീഡിങ് ഈ പൊതുഫലം പറഞ്ഞതിന് ശേഷം നമ്മൾ പറയും, ഓരോന്നെടുത്ത് പറയും. അപ്പോൾ ഇത് അവർക്കുള്ള പൊതുഫലം എന്താണെന്നുള്ളത് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടാരോ കാർഡ്സ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. 6 ഓഫ് സൂട്ട്സ്, ക്യൂൻ ഓഫ് വാണ്ട്സ്, 5 ഓഫ് വാണ്ട്സ്, എംപ്രസ്, 9 ഓഫ് കപ്സ്. മിഥുനം രാശിയുടെ പൊതുവായ വിഷുഫലം നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ പോസിറ്റീവായതും അതേസമയം ആത്മവിശ്വാസം പ്രകടിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത് എന്നാണ് സൂചന ലഭിക്കുന്നത്. ഈ വിഷുക്കാലം നിങ്ങളെ സംബന്ധിച്ച് വലിയ വളർച്ചയുടെയും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയും സമയമായിരിക്കും.
ഈ 6 ഓഫ് സോട്സ് വരുന്നത് ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ശാന്തമായ മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാൻ പോവുകയാണ്. ദൂരയാത്രകൾക്കോ താമസം മാറാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക്, ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് അനുയോജ്യമായ ഒരു സമയമായിരിക്കും. ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് വരാൻ പോകുന്നത്. മനസ്സിലെ അസ്വസ്ഥതകൾ മാറി സമാധാനം ലഭിക്കുന്ന ഒരു സമയമായിരിക്കും. ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുന്നത് ആത്മവിശ്വാസത്തിൻ്റെയും നല്ലൊരു പോസിറ്റീവ് വൈബിൻ്റെയും ഒരു എനർജി ഉള്ള ഒരു കാർഡാണ്. വളരെ കരുത്തുറ്റൊരു ഊർജ്ജമാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ വളരെയധികം ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയും നേതൃത്വ പാടവത്തോടുകൂടി കാര്യങ്ങളെ ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി തെളിയിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ വ്യക്തിത്വത്തിന് വലിയൊരു ആകർഷണീയത ഈ സമയത്ത് കൈവരും. ജോലി സ്ഥലത്തായാലും കുടുംബത്തിലായാലും എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളിൽ പ്രകടമാകും. വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. എന്നാൽ ആരോഗ്യകരമായ ചില മത്സരങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില ചെറിയ തർക്കങ്ങൾ അല്ലെങ്കിൽ കടുത്ത മത്സരങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം. അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് എന്തായാലും ആവശ്യമായിട്ടുള്ള ഒന്നായിട്ട് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് അത് ആവശ്യമാണ്. അതിലൂടെയാണ് നിങ്ങൾ എന്താണെന്ന് ആളുകളെ കാണിച്ചു കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നൊരു അവസരമായിരിക്കും അത്. മറ്റുള്ളവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളെ തളർത്താൻ എന്തായാലും അനുവദിക്കരുത്. ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ വരാം. അത് കാര്യമാക്കേണ്ടതില്ല. അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇവിടെ ക്യൂൻ ഓഫ് വാൺസ് വന്നിരിക്കുന്നത് പോലെ തന്നെ ഈ തർക്കങ്ങളുടെ ഇടയിൽ നിങ്ങളെ നല്ലൊരു പോസിറ്റീവ് വൈബോട് കൂടി നല്ല ഊർജ്ജത്തോടു കൂടി കൊണ്ടുപോകാൻ പറ്റിയ ക്യൂൻ ഓഫ് വാൺസും ഉണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ എംപ്രസും ഉണ്ട്. അതായത് സമൃദ്ധിയും സന്തോഷവും നൽകുന്ന ഐശ്വര്യത്തിൻ്റെ ഒരു കാർഡാണ് എംപ്രസ്. ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് വർദ്ധിക്കും. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക്, എഴുത്തുകാർ, കലാകാരന്മാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ അംഗീകാരം ലഭിക്കും. കുടുംബത്തിൽ സന്തോഷം നിറയുകയും പുതിയ തുടക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും. അതുപോലെ മാതൃതുല്യരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് വലിയ സഹായങ്ങൾ ലഭിക്കും. പിന്നെ അവസാനം വന്നിരിക്കുന്ന 9 ഓഫ് കപ്സ് ആണ്. ഒന്നും പറയാനില്ല, വിഷ് കാർഡാണ്. നിങ്ങളുടെ ആഗ്രഹം സാഫല്യം ഉണ്ടാകുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു മെസ്സേജാണ് ഈ കാർഡ് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരുപാട് കാലമായി നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം, ഒരു വലിയ കാര്യം ഈ വിഷുക്കാലത്ത് സഫലമാകും. എല്ലാ അർത്ഥത്തിലും സംതൃപ്തി നൽകുന്നൊരു വർഷമായിരിക്കും നിങ്ങൾക്കിത്. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അർഹിച്ച ഫലം ലഭിക്കുന്നതിൽ നിങ്ങൾ വലിയ ഹാപ്പി മൈൻഡായിട്ട്, വലിയ സന്തുഷ്ടരായിട്ട് നിങ്ങളുടെ കുടുംബവും മാറും എന്നുള്ളതാണ്. പൊതുവിൽ മിഥുനം രാശിക്കാർ അല്ലെങ്കിൽ ജെമിനി സോഡിയക് സൈൻ ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നൊരു കാലമായിരിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. പുതിയ യാത്രകൾ ഗുണകരമാകും. ചെറിയ തർക്കങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ ഈ വിഷു നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകും എന്നുള്ളതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചന. അപ്പോൾ പൊതുവായി പറഞ്ഞാൽ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന കാലമാണ്. ആഗ്രഹങ്ങൾ സഫലമാകും. പുതിയ യാത്രകൾ ഗുണകരമാകും. ചെറിയ തർക്കങ്ങളെ അവഗണിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ ഈ വിഷുക്കാലവും നിങ്ങൾക്ക് വലിയ ഭാഗ്യങ്ങൾ നൽകുന്നതായിരിക്കും. ഇനി നമുക്ക് മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി മകയിരം നക്ഷത്രം. മിഥുനം രാശിയിലെ അവസാനത്തെ 2 പാദങ്ങളാണ്. എന്ത് ഊർജമാണ് മകയിരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദക്കാർക്ക് ഈ സമയം ഉണ്ടാകാൻ പോകുന്നത്? മെർക്കുറി. ധാരാളമായിട്ട് മെർക്കുറി വന്നിട്ടുണ്ടല്ലോ. മെർക്കുറി എന്ന് പറയുന്നതിനെ ബുധൻ, കൃഷ്ണനാണ്, വിഷ്ണുവാണ്. കൃഷ്ണൻ്റെ ഊർജമാണ് ബുധൻ. അപ്പോൾ അതുകൊണ്ട് വിഷുക്കാലമാണല്ലോ, അപ്പോൾ അത് ഒരു കണക്ഷനായിട്ട് നമുക്ക് കാണാം. ഏത് ഭാവത്തിലാണ് അത് നിങ്ങൾക്ക് മകയിരത്തിൻ്റെ അവസാന 2 പാദക്കാർക്ക് അനുഭവപ്പെടുന്നതെന്ന് നോക്കാം. 7th ഹൗസ് റിലേഷൻഷിപ്പിലാണ് ഉണ്ടാവുക. എന്ത് കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് യൂണിവേഴ്സ് പറയുന്നത്? വിഷുക്കാലത്ത് എന്ത് കാര്യത്തിലാണ് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് യൂണിവേഴ്സ് നിർദ്ദേശിക്കുന്നത്? ഡിഗ്നിഫൈഡ്, നേരത്തെ വന്നു ഡിഗ്നിഫൈഡ്. നിങ്ങളുടെ കരുത്ത് ഡിഗ്നിറ്റിയോടുകൂടി കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മിഥുനൻ രാശിയിൽ വരുന്ന മകയിരത്തിൻ്റെ അവസാന 2 പാദങ്ങൾ വരുന്ന നക്ഷത്രക്കാർക്കായിട്ട് ലഭിച്ചിരിക്കുന്ന കാർഡുകൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായതും വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യമുള്ളതുമായിട്ടുള്ള എനർജിയാണ് കാണുന്നത്. ഇടവൻ രാശിയിൽ ഈ മകയിരം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമ്മൾ കണ്ടല്ലോ. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ മകയിരം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ കാർഡുകളാണ് വന്നിരിക്കുന്നത്. അതായത് മിഥുനൻ രാശിയുടെ അധിപനായിട്ടുള്ള ബുധൻ തന്നെയാണ് പ്ലാനറ്റ് കാർഡായിട്ട് വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വലിയ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ബുദ്ധിശക്തിക്കും
ആശയവിനിമയ ശേഷിയും എല്ലാം വളരെ ഉയർന്ന നിലയിലായിരിക്കും ഈ കാലഘട്ടത്തിൽ. ബിസിനസ് ചെയ്യുന്നവർക്കും എഴുത്ത്, പ്രസംഗം തുടങ്ങിയ മേഖലയിലുള്ളവർക്കും പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ പറ്റിയൊരു സമയമാണ്. കാര്യങ്ങളെ തമാശ രൂപേണ അവതരിപ്പിക്കാനും മറ്റുള്ളവരെ ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും. വളരെ കൗശലമായിട്ട് അല്ലെങ്കിൽ അതായത് നർമ്മത്തിൽ ചാലിച്ചുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു ശൈലിയിൽ നിങ്ങൾ ആളുകളുടെ മുന്നിൽ ഇടപെടുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്കുണ്ടാവും. പിന്നെ 7ാം ഭാവം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ്, പാർട്ട്ണർഷിപ്പ് എന്നിവയൊക്കെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ വിവാഹബന്ധമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ലവ് റിലേഷൻഷിപ്സ് ആവാം, ബിസിനസ് പങ്കാളിത്തമാവാം, അങ്ങനെ എന്തുമാവാം, ദാമ്പത്യമാവാം. ഈ വിഷുവിന് ശേഷം നിങ്ങളുടെ പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും എന്നുള്ളതാണ്. അവിവാഹിതർക്ക് വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. പുതിയ ബിസിനസ് കരാറുകളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് അനുയോജ്യമായ സമയമാണ്. മറ്റുള്ളവരുമായുള്ള ഇടപാടുകളിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് നേരത്തെ വന്ന കാർഡാണ്, ഡിഗ്നിഫൈഡ് സ്ട്രെങ്ത് കാർഡ്. അതായത് നിങ്ങൾക്ക് പ്രധാനമായിട്ട് യൂണിവേഴ്സ് നൽകുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു ഡിഗ്നിറ്റി നിലനിർത്തിക്കൊണ്ട് ഇടപെടുക എന്നുള്ളതാണ്. മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നാലും നിങ്ങളുടെ അന്തസ്സ് വിലകഴിക്കാതിരിക്കുക. അതായത് ശരിയുടെ കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ശക്തി നമ്മൾ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് വേണം നിങ്ങളുടെ കരുത്ത് നിങ്ങൾ പ്രകടിപ്പിക്കാൻ. അല്ലാതെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഒരു തർക്കമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലായിരിക്കരുത് പ്രകടിപ്പിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ, മാനസികമായ ഒരു കരുത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ എല്ലാ പങ്കാളിത്തങ്ങളിലും നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ മിഥുനം രാശിയിൽ വരുന്ന മകരം നക്ഷത്രക്കാർക്ക് ഇത് കൂട്ടായ പ്രവർത്തനങ്ങളുടെയും പാർട്ട്ണർഷിപ്പിൻ്റെയും നേട്ടങ്ങളുടെയും സമയമായിരിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും അന്തസ്സായ പെരുമാറ്റത്തിലൂടെയും നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും. ബന്ധങ്ങൾ മെച്ചപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് പ്രധാനമായിട്ടും ഈ വിഷുക്കാലം. അപ്പോൾ അടുത്തതായി നമുക്ക് ഒരു കാര്യം കൂടി, ഒരു മെസ്സേജും കൂടി നിങ്ങൾക്കായിട്ട് എടുക്കുകയാണ്. വിഷുക്കാലമായതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് കൃഷ്ണൻ നൽകുന്ന മെസ്സേജ് എന്നാണ് നോക്കുന്നത്. റിലീജിയസ് ആയിട്ടുള്ള ഒരു റീഡിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് അങ്ങനെ എടുക്കാൻ താല്പര്യമില്ലാത്ത പല ആളുകളും പല വിശ്വാസത്തിൽ അധിഷ്ഠിതമായവരാണ്. അപ്പോൾ ഗൈഡൻസ് ആയിട്ട് മാത്രം, ആ മെസ്സേജ് മാത്രം നിങ്ങൾ എടുത്താൽ മതിയാകും. സൈലൻറ്റ്, സീക്രട്ട് സ്റ്റിൽനെസ് ഓഫ് ദ സോൾ. അതായത് നിങ്ങളുടെ മനസ്സ് ഒന്ന് സൈലൻ്റായിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത്, മനസ്സിൻ്റെ യഥാർത്ഥ താല്പര്യം എന്താണ് എന്നുള്ളത് അറിയുക. മൗനം പാലിക്കേണ്ട സ്ഥലങ്ങളിൽ മൗനം പാലിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അതുപോലെ തന്നെ അന്തസ്സോടുകൂടി, നമ്മൾ ഈ ഡിഗ്നിറ്റി കാർഡുമായിട്ട് ചേർന്ന് വരുന്നൊരു കാര്യം കൂടിയാണിത്. സൈലൻസ് ഭയങ്കര കരുത്തുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും പാലിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളത് കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ കരുത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ കാണിക്കാൻ പറ്റും. ആ കാര്യങ്ങൾ മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് തിരുവാതിര നക്ഷത്രത്തിലേക്ക് പോവാം. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് എന്ത് എനർജിയാണ് ഈ സമയത്ത്? അപ്പോൾ പൊതുവായി തിരുവാതിര നക്ഷത്രക്കാർക്ക് വരുന്ന എനർജി ജെമിനി, മിഥുനൻ രാശിയുടെ എനർജി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഏത് ഊർജ്ജമായിരിക്കും, ഏത് പ്ലാനറ്റ് എനർജി ആയിരിക്കും ഈ സമയത്ത് പ്രാബല്യത്തിൽ കൂടുതൽ ഫലപ്രദമായി ഉണ്ടാവുക? യുറാനസ്. നിങ്ങളുടെ ഏത് ഭാവത്തിലായിരിക്കും അത് കൂടുതലായിട്ടും ആ എനർജി അനുഭവപ്പെടുക? 8th ഹൗസ്. ഓക്കെ, എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സമയത്ത്? എന്തിലാണ് നിങ്ങളുടെ ശ്രദ്ധ ആവശ്യമുള്ളത്? ജമ്പേഴ്സ് ആണ്. 3 കാർഡ് വന്നിട്ടുണ്ട്. 3 കാർഡ് നിങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് 3 നോക്കാം, കാരണം നിങ്ങൾക്കുള്ള സ്പെഷ്യൽ മെസ്സേജാണ് അത്. ഓക്കെ, കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒപ്പോസിഷൻ, അത് ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വിഷുക്കാലത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നുന്നു. ഒപ്പോസിഷൻ, കൺഫ്രണ്ടേഷൻ, സോളാർ കാം, സെറസ്, നർച്ചർ. ഓക്കെ, തിരുവാതിര നക്ഷത്രക്കാർക്കായിട്ട് ലഭിച്ചിരിക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ളൊരു കോമ്പിനേഷൻ, എന്നാൽ അതീവ ശ്രദ്ധ വേണ്ടതുമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അതായത് യുറാനസ് എന്ന് പറയുന്നത് മാറ്റങ്ങളുടെ ചേഞ്ചാണ്, അല്ലേ? മാറ്റങ്ങളുടെ കാർഡാണ്, മാറ്റങ്ങളുടെ എനർജിയാണ്.
8ാം ഭാവം എന്ന് പറയുന്നത് മിസ്റ്ററിയാണ്. ഒരു രൂപാന്തരീകരണത്തിൻ്റെ കാർഡാണ്. അതിനോടൊപ്പം നമുക്ക് 3 അഡ്വൈസ് കാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഒപ്പോസിഷൻ, സോളർ കാമ എന്നിവയൊക്കെ ആദ്യം മേടം രാശിയിലും ഇടവൻ രാശിയിലും ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടതാണ്, കണ്ടിന്യൂസ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ഇവയുടെ ഒരു പൊതുവായ ഫലം എന്ന് പറയുന്നത് ഒരു വളരെ ശക്തമായൊരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ വിഷുക്കാലം മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. യുറാനസ് എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളുടെയും വിപ്ലവകരമായ ആശയങ്ങളുടെയും ഗ്രഹമാണ് യുറാനസ്. നിങ്ങളുടെ ജീവിത ശൈലിയിലോ ചിന്താഗതിയിലോ പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റം ഈ സമയത്ത് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ രീതികൾ, പഴയ രീതികൾ ഉപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ ഒന്നിലേക്ക് നിങ്ങൾ ചുവടുവയ്ക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ 8ാം ഭാവം എന്ന് പറയുന്നത് മിസ്റ്ററിയാണ്. അപ്രതീക്ഷിതമായ സംഭവങ്ങളെയും അതായത് രഹസ്യാത്മകത, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്, ആഴത്തിലുള്ള മാറ്റങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ ഇൻഷുറൻസ്, പങ്കാളിയുടെ വരുമാനം അല്ലെങ്കിൽ കുടുംബസ്വത്ത് എന്നിവയിൽ നിന്ന് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണമെന്നുള്ളൊരു സൂചന ഇവിടെയുണ്ട്. നിങ്ങളുടെ ആരോഗ്യമൊന്ന് ശ്രദ്ധിക്കണം. സ്പെസിഫിക്കായി പറഞ്ഞാൽ ഇവിടെ തലയോട്ടിയുമായി ബന്ധപ്പെട്ട്, പല്ലുമായി ബന്ധപ്പെട്ട്, അസ്ഥികളുമായി ബന്ധപ്പെട്ട് ഒക്കെ ഒരു കരുതൽ ഉണ്ടാവേണ്ടത് ആവശ്യമുണ്ട് എന്നൊരു സൂചനയുണ്ട്. നിങ്ങളുടെ അഡ്വൈസ് 3 അഡ്വൈസാണ് വന്നിരിക്കുന്നത്. മറ്റുള്ള കാർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ജമ്പേഴ്സാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങൾക്ക് മാത്രമായിട്ട് ബോണസായിട്ട് നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ പറയുന്നത് ചുറ്റും എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ നേരിടുക എന്നുള്ളതാണ്. അതായത് സത്യസന്ധമായി നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക. സംസാരിക്കാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എന്തെങ്കിലും എതിർപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും പഴയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് ആ ഒരു ശൈലിയിലൊക്കെ മാറ്റം വരുത്തി തുറന്ന് സംസാരിക്കാനുള്ളൊരു കാര്യം അവലംബിക്കണം. അങ്ങനെ ഒരു മാർഗം അവലംബിക്കണം. അങ്ങനെ പ്രശ്നങ്ങളെ നേരിടണം. അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. സത്യസന്ധമായ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാവും ആ കാര്യങ്ങളിൽ. പിന്നെ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മനസ്സിനെ ശാന്തമായിട്ട് സൂക്ഷിക്കുക. ഒരു ശാന്തത, സൺ എന്ന് പറയുന്നത് വളരെ ഉജ്ജ്വലമായിട്ട് ജ്വലിക്കുന്ന ഒരു കാര്യം, ഒരു എനർജിയാണല്ലോ. അപ്പോൾ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കരുത്. മനസ്സ് ശാന്തമായാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുകയുള്ളൂ, കാര്യങ്ങളിൽ വ്യക്തത നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ശാന്തത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സംസാരിക്കാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ അത് മനസ്സ് ശാന്തമാണ് എന്ന് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നർച്ചർ കാർഡാണ്. എല്ലാത്തിലും ഉപരിയായിട്ട് ഈ നർച്ചർ വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ തന്നെ പരിപാലിക്കാനാണ് പറയുന്നത്. സ്വന്തം ആരോഗ്യത്തിനും അതിവിടെ നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട്. നിങ്ങളെ പരിപാലിക്കുക. നിങ്ങളുടെ ഇന്നർ, അതായത് നിങ്ങളുടെ പുറമേ കാണുന്ന ഒരു സൗന്ദര്യമോ ആരോഗ്യമോ അതല്ല, നിങ്ങളുടെ ഉള്ളിലേക്ക് ഇൻറ്റേർണലി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാനസിക സന്തോഷത്തിനാകാം അത് മുൻഗണന നൽകുക എന്നുള്ളതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ സ്വയം സ്നേഹിക്കാനും സമയം കണ്ടെത്താനും ഒരു കരുതൽ നിങ്ങൾക്ക് കൊടുക്കുന്നതാണ്. നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിനും കൂടി അങ്ങനെ ഒരു നർച്ചർ നിങ്ങളോട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ തിരുവാതിര നക്ഷത്രക്കാർക്ക് വലിയൊരു മാറ്റത്തിൻ്റെ ഒരു സമയമാണ് വരുന്നത്. അപ്രതീക്ഷിതമായ വെല്ലുവിളികൾ ഉണ്ടായേക്കാമെങ്കിലും അവയെ ധൈര്യപൂർവ്വം നേരിടാനുള്ള ഒരു ശേഷി നിങ്ങൾക്കുണ്ട്. മനസ്സിനെ ശാന്തമായി വെച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അല്പം സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ വരാൻ പോകുന്ന മാറ്റങ്ങളെല്ലാം നിങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലേക്ക് സ്വീകരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 ബോണസ് ഗൈഡൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എന്താണ് വിഷുക്കാലമായതുകൊണ്ട് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസ് ഒന്ന് നോക്കാം. റിലീജിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. താല്പര്യമില്ലാത്ത ആളുകൾ അതിനെ മെസ്സേജായിട്ട് മാത്രം എടുത്താൽ മതിയാകും. വിത്തൗട്ട് മെറ്റീരിയൽ പൊസഷൻസ്, ഫ്രീഡം ത്രൂ സിംപ്ലിസിറ്റി ആൻഡ് നോൺ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തോട് അറ്റാച്ച് ചെയ്തിട്ടാവേണ്ടതില്ല. നമ്മൾ വളരെ സിംപ്ലിസിറ്റിയിലൂടെയും എന്തെങ്കിലും ഒരു കാര്യത്തോട് അറ്റാച്ച് ചെയ്ത് നിൽക്കാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നൊരു കാര്യം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് വിട്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശമാണ്. എനിക്ക് ഒരു മെസ്സേജും കൂടി, എന്തുകൊണ്ടോ നിങ്ങൾക്ക് കുറേ മെസ്സേജ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഒരു മെസ്സേജ് എനിക്ക് എടുത്തു തരാൻ. സ്ട്രെങ്ത്, കരുത്ത് കാണിക്കുക. നിങ്ങൾക്ക് ഡിഗ്നിറ്റി കാർഡ് വന്നിട്ടുണ്ടായിരുന്നു? അല്ല, നിങ്ങൾക്ക് ഡിഗ്നിറ്റി കാർഡല്ല, ഒപ്പോസിഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത്, പവർഫുൾ, റിസൈലൻറ്റ്, എൻഡ്യൂറിങ്. അപ്പോൾ കരുത്ത് നിങ്ങൾ കാണിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു മാനസികമായ കരുത്തും എല്ലാം, നിങ്ങളുടെ സ്ട്രെങ്ത്തും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുകൂടി ഒരർത്ഥം അതിനുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു ഫലം, വിഷുഫലം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പുണർത്തത്തിൻ്റെ ആദ്യ 3 പാദങ്ങളിലേക്ക് പോവാം. പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദത്തിന്
മിഥുനം രാശിയിൽ വരുന്ന പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദത്തിൻ്റെ എന്ത് എനർജിയിലായിരിക്കും ഈ വിഷുക്കാലം നൽകുക? സൺ എനർജിയാണ്. പൊതുവായ ഫലങ്ങൾ, മിഥുനത്തിൻ്റെ ജെമിനിയുടെ പൊതുവായ ഫലങ്ങളെല്ലാം നിങ്ങൾക്കും ലഭിക്കുന്നതാണ്. അഡീഷണലായിട്ട് ഉള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ഏത് ഹൗസിലാണ്, നിങ്ങളുടെ ഏത് ഭാവത്തിലാണ് അതിൻ്റെ സ്വാധീനം കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് നോക്കാം. 9th ഹൗസ്. ഇന്ന് 9th ഹൗസ് ധാരാളം വന്നിട്ടുണ്ട്. അബണ്ടൻസ് ആണ് 9th ഹൗസ്. എന്ത് കാര്യമാണ് നിങ്ങൾ, ഏത് മേഖലയിലാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് കൂടി നമുക്ക് നോക്കാം. എന്തിലാണ് നിങ്ങൾ ഈ സമയത്ത് ഒരു ശ്രദ്ധ വയ്ക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോളാർ കാം, ഈ മെസ്സേജ് കൂടി തോന്നുന്നു. ഇമും കോലി, റൂട്ട്. സോളാർ കാം പൊതുവെ എല്ലാവർക്കും വന്നിട്ടുണ്ടേ. സോളാർ കാം ശാന്തത പാലിക്കാൻ വേണ്ടി പറയുന്നത്. ഇവിടെ ദേ സൺ എനർജിയുടെ ഒരു രണ്ടും സൺ എനർജിയാണല്ലോ. അപ്പോൾ ഈ കാർഡുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന എന്ന് പറയുന്നത്, പുണർതം നക്ഷത്രക്കാർക്ക് ഈ വിഷുക്കാലത്ത് സൂര്യൻ്റെ പ്രഭാവമാണ് വരുന്നത്. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ 2 സൺ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ആത്മവിശ്വാസം, ഊർജ്ജം, വിജയം എന്നിവയുടെ പ്രതീകമാണ് സൂര്യൻ. അത് നിങ്ങളിൽ എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തത ലഭിക്കാനും പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും ഈ സമയം നിങ്ങളെ സഹായിക്കും. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കും നേതൃസ്ഥാനത്തുള്ളവർക്കും ഈ കാലയളവ് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എഫക്റ്റ് എന്നുള്ളത് കൊണ്ട് ഭാഗ്യത്തിൻ്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും ദൂര യാത്രകളുടെയും സ്ഥാനമാണ് ഈ 9ാം ഭാവം. ഈ വിഷുവിന് ശേഷം നിങ്ങളെ ഭാഗ്യം കൂടുതൽ തുണയ്ക്കും. നിങ്ങളുടെ ഗുരുസ്ഥാനത്തുള്ള ആളുകളിൽ നിന്നോ പിതാവിൽ നിന്നോ അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ള ആളുകളിൽ നിന്നോ പിന്തുണ നിങ്ങൾക്ക് വലിയ കരുത്താവും. വിദേശ യാത്രകൾക്കോ ഉന്നത പഠനത്തിനോ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നൊരു സമയമായിരിക്കും ഇത്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അഡ്വൈസ് 2 അഡ്വൈസാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒന്ന് സോളാർ കാം, സൂര്യൻ്റെ കരുത്ത് ഉണ്ട് എന്നുള്ളത് ശരിയാണ്, ശക്തമായ പ്രഭാവമുണ്ട്. പക്ഷേ അതിനെ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതായത് മനസ്സിനെ ശാന്തമാക്കി വെക്കേണ്ടത് ആവശ്യമാണ്. അമിതമായ ആവേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂര്യനെ പോലെ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശാന്തമായ ചിന്തയിലൂടെ കാര്യങ്ങളെ സമീപിക്കണം എന്നൊരു നിർദ്ദേശം ഇവിടെ നൽകുന്നുണ്ട്. ഈ സമാധാനമാണ് നിങ്ങളുടെ ശരിയായ കരുത്ത്. ആ കരുത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരു ഇന്നർ പീസ് നിങ്ങൾക്ക് എന്തായാലും വേണം. ഇവിടെ റൂട്ട് കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ വേരുകളെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ കുടുംബം, പാരമ്പര്യം, വീട് എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറയുന്നു. ഇത് എത്രയൊക്കെ വിജയങ്ങൾ കൈവരിച്ചാലും നിങ്ങളുടെ അടിസ്ഥാനപരമായ മൂല്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ സംതൃപ്തി നൽകും എന്നതാണ്. അതിനുള്ള സമയം നിങ്ങൾ എന്തായാലും കണ്ടെത്തേണ്ടതാണ് എന്നൊരു നിർദ്ദേശം ഇവിടെയുണ്ട്. നമുക്ക് വിഷുക്കാലമായതുകൊണ്ട് എന്താണ് കൃഷ്ണൻ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് നോക്കാം. ഇത് കൃഷ്ണൻ്റെ മെസ്സേജായിട്ട് ഇനി റിലീജിയസ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ജസ്റ്റ് ഒരു ഗൈഡൻസ് ആയിട്ട് എടുത്താൽ മതിയാകും. സ്റ്റഡി, അൺഷേക്കൻ, ബാലൻസ്ഡ്, അൺവേവറിങ് എന്നാണ് പറയുന്നത്. അതായത് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോവുക എന്നാണ് നിങ്ങൾക്കുള്ള നിർദ്ദേശം. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു അമിതമായ വേഗത വേണ്ട, വളരെ സ്പീഡും കുറയേണ്ട, ഒരു സ്റ്റഡി, ഒരു ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ ഒരു കരുത്ത്, മനക്കരുത്ത് നിങ്ങൾ കാണിക്കണം, ശാന്തത പാലിക്കണം. അപ്പോൾ ഇതോടെ നമ്മൾ മിഥുനം രാശിയും പൂർത്തിയാക്കി. നമ്മൾ വീഡിയോയുടെ ആദ്യത്തെ പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാർട്ടുകൾ വരും ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ അടുത്ത 3 രാശികൾ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ 2ാം പാർട്ടിലായിട്ട്, വീഡിയോയുടെ 2ാമത്തെ പാർട്ടിലായിട്ട് നമ്മൾ ക്യാൻസർ, ലിയോ, വിർഗോ, അതായത് കർക്കിടകം, ചിങ്ങം, കന്നി രാശികളാണ് നോക്കാൻ പോകുന്നത്. ഇതിൽ കർക്കിടകം രാശിയിൽപ്പെട്ട പുണർതം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ ഒരു പാദവും പൂയം, ആയില്യം നക്ഷത്രങ്ങളും, ചിങ്ങം രാശിയിലെ മകം, പൂരം, ഉത്രം ആദ്യത്തെ ഒരു പാദം, കന്നി രാശിയിലെ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നിവ വീഡിയോയുടെ 2ാമത്തെ പാർട്ടായിട്ട് നമ്മൾ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം. മെമ്പർഷിപ്പ് ആക്റ്റീവാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മെമ്പർഷിപ്പ് പ്ലാനുകൾ അതിലുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് പരിശോധിക്കണം. പലരും പേഴ്സണൽ റീഡിംഗ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പേഴ്സണൽ റീഡിങ്ങും തൽക്കാലം അവൈലബിൾ അല്ല.
പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആകുന്ന സമയത്ത് ഞാൻ അറിയിക്കാം. പക്ഷേ അതിൻ്റെ ഒരു ചെറിയൊരു വേരിയൻറ്റ് നമ്മുടെ മെമ്പർഷിപ്പ് പ്ലാനുകളിൽ കൊടുത്തിട്ടുണ്ട്. മെമ്പർഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസവും പോകാൻ സാധിക്കാത്ത ആളുകളാണെങ്കിലും തൽക്കാലം ഒരു പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ ഒരു മാസത്തെ മെമ്പർഷിപ്പ് എടുത്താൽ ആ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. ബൈ.